ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നത് നല്ലതാണ്, നല്ല ജോലി സാധ്യതയുള്ള കോഴ്സാണ്, ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും പഠിച്ചിറങ്ങിയ ഉടൻ ജോലി കിട്ടും എന്നിങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. ഡോക്ടേഴ്സ്, നഴ്സസ്, ലാബ്, എക്സ്റേ ടെക്നീഷ്യന്മാർ എന്നിവർ മാത്രമല്ല ഒരു ഹോസ്പിറ്റലുള്ളത്. ചികിത്സ തേടിയെത്തുന്നവർക്ക് വേഗത്തിൽ ചികിത്സയും മറ്റ് സൗകര്യങ്ങളും നൽകുന്ന പ്രൊഫഷണലുകളെയും ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് കാലത്തും ജോലി സാധ്യതയുള്ള ഒന്നാണ് ആരോഗ്യമേഖല. ഏത് ഫീൽഡിൽ നിന്നുള്ളവർക്കും അവസരങ്ങൾ കണ്ടെത്താൻ കഴിയുന്ന കാറ്റഗറികളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന നേരിട്ടുള്ള പേഷ്യൻ്റ് കെയർ റോളുകൾ മുതൽ അഡ്മിനിസ്ട്രേറ്റീവ്, ടെക്നിക്കൽ, സപ്പോർട്ട് റോളുകൾ വരെ ഉള്ളത്. ആദ്യം തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആകുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്തോളൂ. ഡോക്ടർമാർ കഴിഞ്ഞാൽ രോഗികളെ പരിചരിക്കാനും മരുന്നുകൾ നൽകാനും നിർണായകമായ പങ്ക് വഹിക്കുന്നവരാണ് നഴ്സുമാർ. രജിസ്റ്റേർഡ് നഴ്സസ്, നഴ്സ് പ്രാക്ടീഷണേഴ്സ്, ICU നഴ്സസ് ഓർ പീഡിയാട്രിക് നഴ്സസ് എന്നിങ്ങനെ പല മേഖലകളിലായി നഴ്സുമാർക്ക് സേവനമനുഷ്ഠിക്കാം. BSc നഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമയാണ് ഒരു നഴ്സാകാൻ ആവശ്യമുള്ള യോഗ്യത. അഡ്വാൻസ്ഡ് പോസ്റ്റുകളിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ആവശ്യമാണ്. ഫാർമസിസ്റ്റ്, BPharm അല്ലെങ്കിൽ MPharm ആണ് ഫാർമസിസ്റ്റുകളുടെ അടിസ്ഥാന യോഗ്യത. എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും ഫാർമസികൾ. ഈ ഫാർമസികൾ നോക്കി നടത്തി രോഗികൾക്ക് ശരിയായ മരുന്നുകൾ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്നതാണ് ഒരു ഫാർമസിസ്റ്റിൻ്റെ ജോലി. റേഡിയോളജിസ്റ്റ്, MBBSനൊപ്പം തന്നെ സ്പെഷ്യലൈസേഷൻ ഇൻ റേഡിയോളജിയാണ് റേഡിയോളജിസ്റ്റിന് ആവശ്യമായ അടിസ്ഥാന യോഗ്യതകൾ. അനസ്തേഷ്യോളജിസ്റ്റ്, MBBS ഡിഗ്രിയുടെ കൂടെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് വേണ്ട പോസ്റ്റാണ് അനസ്തേഷ്യോളജിസ്റ്റിൻ്റേത്. സർജറിയുടെ ടൈമിൽ രോഗിക്ക് നൽകുന്ന അനസ്തേഷ്യ, പെയിൻ മാനേജ്മെൻറ്റ്, ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ തുടങ്ങിയ കാര്യങ്ങളുടെയൊക്കെ ഉത്തരവാദിത്തം അനസ്തോളജിസ്റ്റിനാണ്. ഫിസിക്കൽ തെറാപ്പിസ്റ്റ്, പരിക്കുകളും സർജറിയും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന രോഗികളെ തെറാപ്പിയിലൂടെയും എക്സസൈസിലൂടെയും ശക്തിയും ചലനശേഷിയും വീണ്ടെടുക്കാൻ സഹായിക്കുന്നവരാണ് ഫിസിക്കൽ തെറാപ്പിസ്റ്റുകൾ. ഫിസിയോതെറാപ്പിയിൽ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയാണ് ഇതിന് വേണ്ടത്. ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, ഡെയിലി ലൈഫിലും ജോലി സ്ഥലത്തുമൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടി കഴിവുകൾ വികസിപ്പിക്കുന്നതിന് രോഗികളെ സഹായിക്കുന്നവരാണ് ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റുകൾ. ഒക്യുപ്പേഷണൽ തെറാപ്പിയിലെ ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. ഡയറ്റീഷ്യൻസ് ആൻഡ് ന്യൂട്രീഷനിസ്റ്റ്, രോഗിയുടെ ആരോഗ്യത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നവരാണ് ഡയറ്റീഷ്യന്മാരും ന്യൂട്രീഷനിസ്റ്റുകളും. പ്രായവും ശരീരസ്ഥിതിയും നോക്കി യോജിച്ച ഭക്ഷണക്രമം നിർദ്ദേശിക്കുന്നവരാണ് ഡയറ്റീഷ്യന്മാർ. മെച്ചപ്പെട്ട ഭക്ഷണശീലങ്ങൾക്കുള്ള വിദഗ്ധ ഉപദേശം നൽകുകയാണ് ന്യൂട്രീഷനിസ്റ്റുകൾ ചെയ്യുന്നത്. ഡിഗ്രി ഇൻ ഡയറ്ററ്റിക്സ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ ആവശ്യമാണ്. ഡിഗ്രി PG യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ ഡയറ്റീഷ്യൻസ് അസോസിയേഷനിൽ അംഗത്വം നേടി രജിസ്റ്റേർഡ് ഡയറ്റീഷ്യൻ ആവാം. ഒരു ആശുപത്രിയുടെ നോൺ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ആ ആശുപത്രിയുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്നത്. നോൺ ക്ലിനിക്കൽ കരിയറാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് പോസ്റ്റുകൾ വരുന്നത്. ഒരു ആശുപത്രി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് പോസ്റ്റുകൾക്ക് വലിയ റോളുണ്ട്. ആശുപത്രിയുടെ അഡ്മിൻ, HR, PR, ഇൻഷുറൻസ് തുടങ്ങി മുഴുവൻ മാനേജ്മെൻറ്റ് വിഭാഗവും ഒരു നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമാണ്. കരിയർ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഒരു ആശുപത്രിയുടെ ഡേ ടു ഡേ പ്രവർത്തനങ്ങൾ മാനേജ് ചെയ്യുന്ന ഒരാൾ, അയാളെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് വിളിക്കാം. അവിടുത്തെ A to Z കാര്യങ്ങളിൽ അഡ്മിനിസ്ട്രേറ്ററുടെ കണ്ണെത്തിയിരിക്കണം. രോഗികൾക്ക് മികച്ച സേവനങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക തുടങ്ങി ആശുപത്രി മാലിന്യങ്ങളുടെ സംസ്കരണം കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുവരെ അഡ്മിനിസ്ട്രേറ്ററുടെ ജോലിയാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലോ ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റിലോ മാസ്റ്റർ ഡിഗ്രിയാണ് യോഗ്യത. മെഡിക്കൽ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാർത്ഥികൾക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകൾക്ക് ചേരാം. ഹ്യൂമൻ റിസോഴ്സ്, സ്റ്റാഫ് റിക്രൂട്ട്മെൻറ്റ്, പേറോൾ, സ്റ്റാഫ് റിലേഷൻസ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നവരാണ് ഹ്യൂമൻ റിസോഴ്സ് HR പ്രൊഫഷണലുകൾ. MBA ഇൻ HR ആണ് ആവശ്യമായ യോഗ്യത. ഡിഗ്രിക്ക് ശേഷം മാനേജ്മെൻറ്റ് മേഖലയിൽ ഒരു ബെറ്റർ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന കരിയറാണിത്. മെഡിക്കൽ ബില്ലിംഗ് ആൻഡ് കോഡിംഗ് സ്പെഷ്യലിസ്റ്റ്, രോഗികളുടെ ഡാറ്റയും ഇൻഷുറൻസ് ക്ലെയിമുകളും കൈകാര്യം ചെയ്യുക എന്നതാണ് മെഡിക്കൽ ബില്ലിംഗ് കോഡിംഗ് സ്പെഷ്യലിസ്റ്റുകളുടെ ജോലി. മെഡിക്കൽ ബില്ലിംഗ് കോഡിങ്ങിൽ ഡിപ്ലോമയോ സർട്ടിഫിക്കേഷനോ ആണ് ആവശ്യം. ഏത് ഫീൽഡിൽ നിന്നുള്ളവർക്കും മെഡിക്കൽ ബില്ലിംഗ് കോഡിങ്ങിൽ കരിയർ ബിൽഡ് ചെയ്യാനാകും. ഹെൽത്ത് കെയർ IT സ്പെഷ്യലിസ്റ്റ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളും ഡേറ്റ സെക്യൂരിറ്റിയും ഹെൽത്ത് കെയർ IT സ്പെഷ്യലിസ്റ്റുകളുടെ ജോലിയാണ്. IT ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റം ട്രെയിനിങ്ങിൽ ഡിഗ്രി ഉള്ളവർക്ക് ഈ കരിയർ പാത്ത് തിരഞ്ഞെടുക്കാനാകും. മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ നടത്തുകയും രക്തം അല്ലെങ്കിൽ ടിഷ്യൂ സാമ്പിളുകൾ അനലൈസ് ചെയ്യുകയുമാണ് മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻസിൻ്റെയും റെസ്പോൺസിബിലിറ്റി. മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ആണ് ആവശ്യം. മെഡിക്കൽ അസിസ്റ്റൻസ്,
ഡോക്ടർമാർക്ക് സപ്പോർട്ടായി ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലകൾ ചെയ്യുന്നവരാണ് മെഡിക്കൽ അസിസ്റ്റന്റുമാർ. മെഡിക്കൽ അസിസ്റ്റിംഗിൽ ഡിപ്ലോമയാണ് അടിസ്ഥാന യോഗ്യത. ഫ്ലെബോട്ടോമിസ്റ്റ് രോഗികളിൽ നിന്ന് ബ്ലഡ് ടെസ്റ്റുകൾക്കും ട്രാൻസ്ഫ്യൂഷനും ഒക്കെ വേണ്ടി രക്തം കളക്ട് ചെയ്യുന്നവരാണ് ഫ്ലെബോട്ടോമിസ്റ്റുകൾ. ഫ്ലെബോട്ടോമിയിൽ സർട്ടിഫിക്കേഷനാണ് സാധാരണയായി ഇവർക്ക് ആവശ്യമുള്ള യോഗ്യത. പാരാമെഡിക്സ് ആൻഡ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ EMT അപകട സ്ഥലങ്ങളിൽ അടിയന്തര വൈദ്യസഹായം നൽകാനും രോഗികളെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും സഹായിക്കുന്നത് പാരാമെഡിക്കുകളും എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസുമാരുമാണ്. EMT സർട്ടിഫിക്കേഷനാണ് ആവശ്യമായ യോഗ്യത. ഇനി നോൺ ക്ലിനിക്കൽ കരിയർ ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് എഡ്യൂക്കേറ്ററോ സോഷ്യൽ വർക്കറോ ആകാനാകും. ഏത് എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവർക്കും നേടാവുന്ന ജോബ് റോളുകളാണ് ഇവ. ഹെൽത്തിനെ കുറിച്ചും ഹെൽത്ത് പ്രാക്ടീസിനെ കുറിച്ചും രോഗികളെയും പബ്ലിക്കിനെയും അവെയർ ആക്കുന്നവരാണ് ഹെൽത്ത് എഡ്യൂക്കേറ്റേഴ്സ്. ഹെൽത്ത് എഡ്യൂക്കേഷനിൽ ഡിഗ്രിയാണ് ഇവർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ. രോഗികൾക്ക് വേണ്ട ഇമോഷണൽ സപ്പോർട്ട് നൽകുക എന്നതാണ് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ജോലി. BSW അല്ലെങ്കിൽ MSW ആണ് വേണ്ട യോഗ്യത. പിന്നെ ഉള്ളവരാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റ്. ഫിസിഷ്യൻസിൻ്റെ നോട്ടുകൾ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളിലേക്ക് ട്രാൻസ്ക്രൈബ് ചെയ്യുന്ന ജോലിയാണ് മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനിസ്റ്റുകളുടേത്. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷനുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് ഈ ജോലിക്ക് ആവശ്യം. ചുരുക്കി പറഞ്ഞാൽ ഏത് മേഖലയിൽ നിന്നുള്ളവർക്കും ജോലി സാധ്യതകൾ കണ്ടെത്താൻ കഴിയുന്ന ഇടമാണ് ഹോസ്പിറ്റലുകൾ. ഹോസ്പിറ്റൽസിലെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഹെൽത്ത് കെയർ സ്റ്റാഫ്സിൻ്റെ നെസസിറ്റി കമ്പാരിറ്റീവ്ലി പണ്ടത്തേക്കാളും കൂടുതലാണ്. ബിക്കോസ് ക്വാളിറ്റി മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ, പേഷ്യൻ്റ് സപ്പോർട്ട് പോലുള്ള ഫാക്ടേഴ്സ്. സോ ബേസിക്കലി +2 മിനിമം ക്വാളിഫിക്കേഷനായി ഉള്ള ഒരാൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും ജോലി നേടാനുള്ള ഒരു ഗോൾഡൻ ടിക്കറ്റാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നൽകുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.